നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനർഹരായവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതും അതിനെതിരെ സർക്കാർ പുതുതായിട്ട് എടുക്കുന്ന നടപടികളുമായിരുന്നു പുറത്തു വന്നിരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അനർഹർ അവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വാർത്ത പുറത്തായത് സർക്കാരിന് തന്നെ വലിയ രീതിയിൽ നാണക്കേടാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ അത് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മാസത്തിൽ 1600 രൂപ എന്നതിൽ നിന്നും ഒറ്റയടിക്ക് 400 രൂപ കൂടി കൂട്ടി മാസം 2000 ആക്കി വർദ്ധിപ്പിക്കുന്നതിൻ്റെ വാർത്ത അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അതോടൊപ്പം തന്നെ മറ്റ് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് കാണാനും ശ്രദ്ധിക്കുക. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങി വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ സർക്കാരിന് തന്നെ ധനസഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്ന ആളുകളും അവർക്ക് 2025 വർഷം സന്തോഷകരമായിട്ടുള്ള ഒന്നായി മാറുമെന്നാണ് റിപ്പോർട്ട്. 55 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം തോറും ലഭിക്കുന്ന പെൻഷൻ തുക 2000 രൂപയായിട്ട് ഉയർത്തുവാനുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വർഷം തന്നെ മുന്നിൽ നിൽക്കെ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ LDF നേതൃത്വം. ക്ഷേമ പെൻഷൻ തുക 2500 രൂപയാക്കി ഉയർത്തുമെന്നായിരുന്നു 2021 LDFിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാനം. എന്നാൽ 2021 പുതുക്കിയ ബജറ്റ് കൂടാതെ 2022-23 വർഷം, 23-24 വർഷം, 24-25 സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റ് അടക്കം 4 ബജറ്റുകൾ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും അതിൽ ഒന്നിൽ പോലും 100 രൂപയുടെ പോലും ക്ഷേമ പെൻഷൻ വർധന പോലും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പലതവണ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ ശ്രമിച്ച ഒടുവിൽ 1600 രൂപ വരെയാക്കി. ആ തുക തന്നെയാണ് ഇപ്പോഴും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണം തീരാനായിട്ട് കേവലം 16 മാസത്തോളം മാത്രം അവശേഷിക്കെ ധനമന്ത്രി ബാലഗോപാലിന് മുന്നിലുള്ളത് 2025-26 ബജറ്റും 26-27 ബജറ്റും മാത്രമാണ്. 26-27 ബജറ്റ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിച്ചാലും ഇലക്ഷൻ കഴിഞ്ഞ് 26 മെയ് മാസത്തിൽ പുതിയ സർക്കാർ വന്ന് പൂർണ്ണ ബജറ്റ് വീണ്ടും അവതരിപ്പിച്ചേക്കും. 2025 ഒക്ടോബറിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും 26 ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാനം നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുവാൻ ധനമന്ത്രി നിർബന്ധിതനാകും. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത 2500 രൂപ എന്ന തുക ക്ഷേമ പെൻഷൻ അത് കിട്ടണമെങ്കിൽ നിലവിലെ ക്ഷേമ പെൻഷൻ തുകയിൽ 900 രൂപയുടെങ്കിലും വർധനവ് വരുത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക ഞെരുക്കം ഉള്ളതിനാൽ തന്നെ അതിൻ്റെ പകുതിയെങ്കിലും ക്ഷേമ പെൻഷനിൽ വർധന, അതായത് അടുത്ത മാസം അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രി വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ നിലവിൽ 4 ഗഡുക്കൾ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയാണ്. 6400 രൂപ ഓരോ ക്ഷേമ പെൻഷൻകാരനും സർക്കാർ നിലവിൽ ഇപ്പോൾ നൽകാനുണ്ട്. ക്ഷേമ പെൻഷൻ 2000 രൂപയായി 2025 ഉയർത്തിയാൽ പോലും കുടിശ്ശിക അത് പഴയ നിരക്കിൽ തന്നെയായിരിക്കും ലഭ്യമാവുക. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ തന്നെ എല്ലാ മാസത്തെയും ക്ഷേമ പെൻഷൻ അതാത് മാസം നൽകുന്നുണ്ടെന്നാണ് ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നവംബർ 6-ാം തീയതിയായിരുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിച്ചത്. ഡിസംബർ മാസത്തിലെ പെൻഷനോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ അതുകൂടി ചേർത്ത് ഈ ക്രിസ്മസിന് മുൻപ് തന്നെ 3200 രൂപ ഒരുമിച്ച് ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റു ഭരണ ചെലവുകൾക്കുമൊക്കെ ആയിട്ട് 3000 കോടി രൂപയോളമാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും സർക്കാർ വായ്പ എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ക്രിസ്മസിന് മുൻപായിട്ട് തന്നെ പരമാവധി ആളുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുന്നതിനായിട്ടായിരിക്കും സർക്കാർ നടപടികൾ സ്വീകരിക്കുക. ഈ ഡിസംബർ 20 മുൻപായിട്ട് തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. അതിൻ്റെ തീയതി അതോടൊപ്പം തന്നെ അറിയിപ്പ് അതുപോലെ പുതിയ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളൊക്കെ വരും ദിവസങ്ങളിലായിരിക്കും ലഭ്യമാവുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.